ശ്രീനാരായണ പരമഗുരവേ നമഃ. പ്രിയമുള്ളവരെ, വിശിഷ്യ നമ്മുടെ ശാഖയുടെ പ്രസിഡന്റ് പ്രിയപ്പെട്ട ശിവൻ ചേട്ടൻ, വൈസ് പ്രസിഡന്റ് ശ്രീ രാഹുൽ രവീന്ദ്രൻ, ശാഖയുടെ സെക്രട്ടറി പ്രിയപ്പെട്ട സജികുമാർ വയൽവാരം, വേദിയിലുള്ള പ്രിയപ്പെട്ട ഗംഗച്ചേച്ചി, മഞ്ഞാടിത്തറ ശാഖയുടെ പ്രിയങ്കരനായ സെക്രട്ടറി, ഏതാണ്ട് 24 വർഷത്തിലധികം തൻ്റെ സേവനം നൽകി ഇപ്പോഴും വളരെ സജീവമായുള്ള പ്രിയപ്പെട്ട സോമൻ ചേട്ടൻ ഉൾപ്പെടെ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മുടെ ക്ഷേത്രത്തിൻ്റെ ശാന്തി പ്രിയപ്പെട്ട TR ബാലകൃഷ്ണൻ ചേട്ടൻ ഉൾപ്പെടെ പ്രിയമുള്ളവരെ, എനിക്ക് നമ്മുടെ ഈ ശാഖയുമായി ബന്ധപ്പെട്ട് ഗുരുദേവന്റെ അനുഗ്രഹമുണ്ടായി. മറ്റൊന്നുമായിരുന്നില്ല, ഗുരുദേവ പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് അന്ന് ഒരു സ്മരണിക പ്രസിദ്ധീകരിക്കുകയുണ്ടായി. എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട്. അത് ഉദ്ദേശിച്ച് എനിക്ക് തോന്നുന്നു 92-ലോ 93-ലോ ആണ് നമ്മുടെ ഇവിടെ ആദ്യ പ്രതിഷ്ഠ നടക്കുന്ന സമയം. അന്ന് പ്രസിദ്ധീകരിക്കപ്പെട്ട ആ സ്മരണികയുടെ പേര് മുകുരം എന്നായിരുന്നു. മുകുരം എന്നാൽ കണ്ണാടി. കണ്ണാടി എന്നാൽ നമുക്കറിയാം, ഭഗവാനുമായി ബന്ധപ്പെട്ട് ഏറെ പ്രാധാന്യമുള്ള വാക്കാണ് മുകുരം അഥവാ കണ്ണാടി. ഞാനിവിടെ അത് സാന്ദർഭികമായി ഓർത്തുപോയി എന്നുള്ളതേ ഉള്ളൂ. അന്ന് അതിൻ്റെ ചീഫ് എഡിറ്ററായിട്ട്, ആ സ്മരണികയുടെ ചീഫ് എഡിറ്ററായിട്ട് പ്രവർത്തിക്കുവാൻ അവസരം ലഭിച്ചു. നമ്മുടെ പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് ശിവാനന്ദൻ സാറാണ് അതിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ഉണ്ടായിരുന്നത്. ഏറെ സന്തോഷം. അതിനുശേഷം ഇപ്പോൾ 6 വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ഗുരുദേവ പഞ്ചലോഹ വിഗ്രഹ പ്രതിഷ്ഠ നടത്തി. പുനഃപ്രതിഷ്ഠയുടെ കാഴ്ചപ്പാടിലുള്ള വ്യത്യാസം അത് 100 പേർ ചേർന്നാൽ 200 അഭിപ്രായം ഉണ്ടാവുന്നത് പോലെയാണ്. എന്നാൽ നമുക്ക് യഥാർത്ഥത്തിൽ ഗുരുവിനെ അറിഞ്ഞിട്ടുള്ളവർ, ഞാൻ അങ്ങനെ അറിഞ്ഞ ഒരാളല്ല, ആ ഒരു അഹന്തയോടെ അല്ല ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഗുരുവിന്റെ തൃപ്പാദത്തിൽ എൻ്റെ വാക്കുകളെ തീർച്ചയായും പുഷ്പങ്ങൾ പോലെ അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു വിനീത വിധേയനായിട്ട് ഞാൻ പറയുന്നു, അദ്ദേഹം ബ്രഹ്മസ്വരൂപനാണ് എന്ന് പറയുന്നത്. ആരാണ് ഒരു ബ്രഹ്മസ്വരൂപൻ? അറിഞ്ഞിട്ടുണ്ടോ? ബ്രഹ്മാണ്ടത്തെ അറിഞ്ഞവനാണ് ബ്രഹ്മസ്വരൂപൻ. ബ്രഹ്മാണ്ടം എന്നാൽ എന്താ? ബ്രഹ്മാണ്ടം, ഈ പ്രപഞ്ചം എന്ന് പറഞ്ഞാലും അതിന്റെ ആ വാക്കുകൾക്ക് അർത്ഥത്തിൽ വളരെ കുറവ് വരും. ഞാനൊന്ന് പറഞ്ഞ് മനസ്സിലാക്കുവാൻ ശ്രമിക്കാം. നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മൾ സൗരയൂഥത്തെ കുറിച്ച് കേട്ടിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്, അല്ലേ? സൗരയൂഥം, സൂര്യനെ ചുറ്റുന്ന നക്ഷത്രങ്ങളും ഉൾപ്പെടുന്നതാണ് സൗരയൂഥം എന്നാണ് നമ്മൾ പഠിച്ചിരുന്നത്. എത്ര ഗ്രഹങ്ങളുണ്ടായിരുന്നു സൗരയൂഥത്തിൽ? എത്ര ഗ്രഹങ്ങളാ സൂര്യനൊഴികെ? നമ്മൾ പഠിച്ചതല്ലേ? ഭൂമി, ബുധൻ, ശുക്രൻ, ശനി, വ്യാഴം, യുറാനസ്, നെപ്റ്റ്യൂൺ, പ്ലൂട്ടോ, അല്ലേ? അങ്ങനെ 9 ഗ്രഹങ്ങളുണ്ടെന്നാണ് നമ്മൾ പഠിച്ചത്. കാലം മുമ്പോട്ട് പോയപ്പോഴേ അത് കൂടുകയാണോ കുറയുകയാണോ ചെയ്തത്? കുറഞ്ഞു. എങ്ങനെ? പ്ലൂട്ടോ എന്ന് പറയുന്നത് ഒരു പൂർണ്ണ ഗ്രഹമല്ല. അതാണ് ഞാനിവിടെ പറഞ്ഞു വരുന്നതാണ്. ഓരോ വർഷങ്ങൾ കഴിയുന്തോറും, ഓരോ മാത്രകൾ കഴിയുന്തോറും, ഓരോ നിമിഷങ്ങൾ കഴിയുന്തോറും നമ്മൾ അറിഞ്ഞിട്ടുള്ള ജ്ഞാനത്തിന്റെ, ഭഗവാൻ എപ്പോഴും പറഞ്ഞിട്ടുള്ള അറിവിന്റെ ആ വ്യാപ്തവും താളവും മേളവും മാറിക്കൊണ്ടേയിരിക്കുന്നു. 9 ഗ്രഹം എന്ന് പറഞ്ഞവർ
പറഞ്ഞു 9 ഇല്ല 8 പിന്നെ അരയുമേ ഉള്ളൂ എന്ന്. ഏതാ? പ്ലൂട്ടോ എന്ന് പറയുന്നത് പൂർണ്ണഗ്രഹമല്ല. പ്ലൂട്ടോ എന്ന നമ്മൾ ഏറ്റവും അവസാനം പറഞ്ഞ ഗ്രഹമുണ്ടല്ലോ, അത് പൂർണ്ണഗ്രഹമല്ല. അവസാനം ഇപ്പോൾ എത്തി, അത് അരഗ്രഹമായിട്ട് കൂട്ടുന്നില്ല. പ്ലൂട്ടോ എന്ന് പറഞ്ഞാൽ ഗ്രഹമല്ല, അതൊരു ചെറു നക്ഷത്രം മാത്രമാണെന്നായി. അപ്പൊ അങ്ങനെ പറഞ്ഞു വന്നപ്പോൾ ഇപ്പോൾ എത്ര ഗ്രഹങ്ങളായി? 8 ഗ്രഹങ്ങളായി. അപ്പോൾ നമ്മൾ പണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ പഠിക്കുന്ന കാലയളവിൽ ഞാൻ 9 ഗ്രഹം എന്നാണ് പഠിച്ചത്. ഇപ്പൊ അത് കുഞ്ഞുങ്ങൾ പഠിക്കുമ്പോൾ 8 ഗ്രഹവും സൂര്യനും ഒന്നായി. സൂര്യനും സൂര്യനെ ചുറ്റുന്ന 8 ഗ്രഹങ്ങളും ഒന്നായി എന്നായിരുന്നു അറിവ്. പക്ഷേ ശാസ്ത്രം വളർന്നുകൊണ്ടേയിരിക്കുന്നു. ഓരോ അനുദിനവും ഓരോ മാത്രയും ഞാൻ മുമ്പേ സൂചിപ്പിച്ചതുപോലെ ദിവസങ്ങൾ കഴിയുന്തോറും ശാസ്ത്രത്തിന്റെ അളവിന് രൂപവും ഭാവവും മാറിക്കൊണ്ടേയിരിക്കുന്നു. സൗരയൂഥം മാത്രമാണ് ഉണ്ടായിരുന്നതെന്ന് അറിഞ്ഞ നമ്മൾ 100 കണക്കിന് സൗരയൂഥങ്ങൾ പിന്നെ ഉണ്ടെന്ന് മനസ്സിലാക്കി ശാസ്ത്രജ്ഞന്മാർ. സൗരയൂഥങ്ങൾ ഒട്ടനവധിയായി. ഇനി അതിന്റെ കണക്കുകളെല്ലാം കൂടെ എടുക്കുമ്പോഴോ അതിനെ ആകാശഗംഗ എന്ന് വിളിച്ചു, അല്ലെ? സൗരയൂഥങ്ങളുടെ കൂട്ടത്തെ ആകാശഗംഗ എന്ന് വിളിച്ചു. ആകാശഗംഗയോ ഒരാകാശഗംഗയാണോ ഉള്ളത്? 100 കണക്കിന് ആകാശഗംഗ. അവയെല്ലാം കൂടി ചേർന്ന് നമ്മള് പ്രപഞ്ചം അഥവാ ഗാലക്സി എന്ന് വിളിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കുക. ഭൂമി നമ്മൾ കണ്ട സൗരയൂഥത്തിലെ ഒരു ഗ്രഹം മാത്രമാണ്. സൗരയൂഥം മാത്രമേ ഉള്ളൂ എന്നുള്ള ഒരു അറിവാണ് നമുക്കുണ്ടായിരുന്നത്. സൗരയൂഥം പോലെ എണ്ണമറ്റ ഗ്രഹങ്ങളുടെ സഞ്ചയം, കൂട്ടം ഉണ്ട് എന്ന് നമ്മൾ പിന്നീട് പഠിച്ചു. അത് കഴിഞ്ഞപ്പോഴോ ഒന്നല്ല, ആയിരങ്ങളല്ല, 100 അതുപോലെ ഒട്ടനവധിയായ സൗരയൂഥങ്ങളും സഞ്ചയങ്ങളുമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി. അതിനെ ആകാശഗംഗ എന്ന് വിളിച്ചു. ആകാശഗംഗയോ ഒന്നല്ല, ഒട്ടനവധിയാണ് എന്ന് പഠിച്ചു, അല്ലെ? ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പോഴാണ് നമ്മള് കവികൾ പാടിയത് നമുക്ക് ഓർമ്മ വരുന്നത്. അനന്തമജ്ഞാതമവർണ്ണനീയം ഈ ലോകഗോളം തിരിയുന്ന മാർഗം, അതിങ്കലെങ്ങാണ്ട് ഒരിടത്തിരുന്നു നോക്കുന്ന മർത്യൻ കഥയെന്തു കണ്ടു. ശരിയല്ലേ? ഇതിനെ ഭഗവാൻ നേരത്തെ അറിഞ്ഞിരുന്നു. ഈ പ്രപഞ്ചം ഇങ്ങനെയുള്ളതാണെന്ന് ഭഗവാൻ നേരത്തെ തന്നെ അറിഞ്ഞിരുന്നു. അത്രത്തോളം ഉൽപ്പതിഷ്ണുവായ, ജനനം കൊണ്ട് തന്നെ സന്യാസിയായ, ജന്മം കൊണ്ട് തന്നെ ദൈവമായ, ജന്മം കൊണ്ട് തന്നെ ഗുരുവര്യനായ ശ്രീനാരായണ ഗുരുവിന് ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ വളരെ നേരത്തെ തന്നെ അറിവുണ്ടായിരുന്നു. അങ്ങനെയുള്ള അറിവുള്ള ആളിനെയാണ് ഈ ബ്രഹ്മാണ്ടത്തിലെ ബ്രഹ്മസ്വരൂപനെന്ന് നമ്മൾ ആ വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്, നമ്മൾ മനസ്സിലാക്കുന്നത്, അല്ലേ? ഈ അടുത്ത സമയത്ത് നാസയുടെ സഹായത്തോടെ, അതായത് നാഷണൽ എയറോനോട്ടിക് സ്പേസ് ഏജൻസി, അമേരിക്കയിലെ ഏറ്റവും വലിയ ബഹിരാകാശ പഠന ഗവേഷണ കേന്ദ്രമാണ് നാസ. നാസയിൽ നിന്നും ഒരു ഇന്ത്യൻ വംശജയായ സ്ത്രീ ബഹിരാകാശത്തേക്ക് പോയ വാർത്ത നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും, അല്ലേ? പോവുക മാത്രമല്ല, അങ്ങോട്ട് പോയ ആളിന് തിരിച്ചിങ്ങോട്ട് വരാൻ കഴിയാത്ത അവസ്ഥയുണ്ടായി, അല്ലേ? പത്രത്തിൽ വായിച്ചില്ലേ? വായിച്ചോ? ഓർക്കുന്നുണ്ടോ? എത്ര മാസം അവരോട് കടന്നത്? 9 മാസം. അങ്ങോട്ട് പോയ ആളിന് തിരിച്ച് ഇങ്ങോട്ട് വരാൻ കഴിയാത്ത അവസ്ഥ സംജാതമായി. 9 മാസം ബഹിരാകാശ പേടകത്തിൽ അവർ കിടന്നു, അല്ലേ? ഒന്ന് നീണ്ടു നിവർന്നൊന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പോലും പറ്റില്ല, 2 കാലിൽ നിൽക്കാൻ പറ്റില്ല. അവിടെ എന്താ പറയാ, ഗുരുത്വാകർഷണം ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ ആടിയുലഞ്ഞു പോവും, അല്ലേ? വായു ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ പറന്നു പോവും. അങ്ങനെ ആ സ്ത്രീ, അല്ലേ, എത്രത്തോളം നിശ്ചയദാർഢ്യം ഉണ്ടാകണമെന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. അങ്ങനെയുള്ള ആ ഒരു സ്ത്രീക്ക് ആകെക്കൂടി അവിടെ 9 മാസം അങ്ങനെ ആ ബഹിരാകാശ പേടകത്തിൽ പെട്ടുകിടക്കുമ്പോൾ
അവർക്ക് പുറത്തേക്ക് നോക്കുമ്പോൾ കാണുന്ന ഏക ഒരു കിളിക്കൂടുണ്ട്. കിളിക്കൂടെന്ന് ഞാനങ്ങ് എന്താ പറയാ ഭംഗിയായിട്ടങ്ങ് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ആ കിളിക്കൂടിലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച എന്താണെന്ന് അറിയാമോ? ഞാൻ മുമ്പേ പറഞ്ഞ കാഴ്ചയാണ്. 100 കണക്കിന് ഗ്രഹങ്ങൾ. ആ ഭംഗിയുള്ള കാഴ്ച ഒന്ന് സങ്കല്പിച്ച് നോക്കിക്കേ. നമ്മൾ ആകാശത്തേക്ക് കാണുന്ന ആ നക്ഷത്രങ്ങൾ, നല്ല പ്രകാശമാനമായ ആകാശത്ത് നിറയെ നക്ഷത്രങ്ങളുള്ള രാത്രിയിൽ നമ്മൾ അങ്ങേക്ക് നോക്കുമ്പോൾ കാണുന്ന മിനുക്കമുള്ള നക്ഷത്രങ്ങളെയൊക്കെ തന്നെ ഗോളങ്ങൾ പോലെ, നക്ഷത്രങ്ങൾ പോലെ അവർക്ക് ആ കിളിക്കൂടിലൂടെ കാണാമായിരുന്നു. അവര് നോക്കുന്നത് എങ്ങോട്ടായിരുന്നു എന്നറിയാമോ? ഭൂമി എന്ന് പറയുന്ന ഗോളത്തിലേക്കാണ് നോക്കുക. ഞാൻ അവിടെ നിന്നാണല്ലോ ഭഗവാനെ ഇവിടെ വന്ന് ഈ ബഹിരാകാശത്ത് കിടക്കുന്നത്. എനിക്ക് അങ്ങോട്ടേക്ക് പോകാൻ കഴിയുമോ? അവരങ്ങോട്ട് നോക്കുമ്പോൾ കാണുന്ന ആ ഗോളം എന്താ, നമ്മുടെ ഈ ശാദ്വലത കൊണ്ട്, ശാദ്വലത എന്ന് പറയുന്നത് നല്ല പച്ചപ്പ്, അതിനാണ് നമ്മൾ ശാദ്വലത എന്ന് പറയുന്നത്. നല്ല ഒരു വൃത്തം, ആ വൃത്തത്തില് ആകെ പച്ചപ്പ്, ചിലയിടത്ത് നീല നിറം, അങ്ങനെയുള്ള ഒരു ഗോളം ഇങ്ങനെ മിനുങ്ങി കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു. അത് നമ്മൾ താമസിക്കുന്ന ഭൂഗോളം ആണെന്ന് അവർക്ക് അറിയാം. ആ പച്ചപ്പ് എന്താണ്? വൃക്ഷങ്ങളുടെ, വനാന്തരത്തിന്റെ പച്ചപ്പ്. ഒരു സന്ധ്യയിൽ കഠിന തപസ്സിലിരിക്കുന്ന ഗുരുദേവനെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന ശിവലിംഗദാസ സ്വാമികൾ, അദ്ദേഹം ഇപ്പുറത്തെ പാതി മയക്കത്തിലും അല്ലാതെയും ഒക്കെ ഇങ്ങനെ ഇരിക്കുകയാണ്, ഈ കഠിന തപസ്സിരിക്കുന്ന ഭഗവാനെ നോക്കിക്കൊണ്ട്. അടുത്ത നിമിഷം ഭഗവാനെ കാണാനില്ല. അടുത്ത നിമിഷം ആ വലിയ കൊടും കാടിനുള്ളിലെ മനുഷ്യർ ചെന്നെത്താൻ കഴിയാത്ത ആ വലിയ ഗുഹയിൽ, പിള്ളത്തടം ഗുഹയിൽ, പുലികളും അല്ലേ, സിംഹവും എല്ലാ തരത്തിലുള്ള ക്രൂര മൃഗങ്ങളുമുള്ള പേടിപ്പെടുത്തുന്ന ആ കാട്ടിൽ തപസ്സനുഷ്ഠിച്ചുകൊണ്ടിരുന്ന ഭഗവാനെ പെട്ടെന്ന് കാണുന്നില്ല. ഇരുട്ടത്ത് ശിവലിംഗദാസ സ്വാമികളുടെ അവസ്ഥ എന്തായിരിക്കും എന്ന് ആലോചിച്ച് നോക്കി. പെട്ടെന്ന് കാണുന്നില്ല. അതാ വരുന്നു. ആ സമയത്ത് തന്നെ ഒരു പെൺപുലി, അതിനോടൊപ്പം 2 പുലി കുഞ്ഞുങ്ങളുമുണ്ട്. കപ്സ് എന്ന് നമ്മൾ പറയുന്ന പോലെ പുലി കുഞ്ഞുങ്ങളുമുണ്ട്. ഇദ്ദേഹത്തിന്റെ 1 അല്ല 2 അല്ല 3 അല്ല 4 കഴിഞ്ഞു അല്ലെ. സ്വാമിയുടെ വാക്കുകൾ കൊണ്ട് തന്നെ ശിവലിംഗദാസ സ്വാമികളുടെ 34 സൃഷ്ടികളുണ്ട്, 34 കൃതികളുണ്ട്. അതിൽ തന്റെ അനുഭവത്തിൽ പറഞ്ഞ, നേരിട്ട് ശിവലിംഗദാസ സ്വാമികൾ പറഞ്ഞിട്ടുള്ളതാണിത്. കുഞ്ഞുങ്ങളോടൊപ്പം വരുന്ന പെൺപുലിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അതിന് ഈറ്റപ്പുലി എന്നാ പറയുക. ആ ഈറ്റപ്പുലിയുടെ പ്രത്യേകത എന്താ? അതിന് ക്രൗര്യം കൂടും അല്ലേ. പ്രസവിച്ച് കിടക്കുന്ന, പെറ്റു കിടക്കുന്ന പട്ടിയുടെ അടുത്തോട്ട് നമ്മൾ നടന്നുപോയി, എന്തായിരിക്കും അതിന്റെ അവസ്ഥ? പറഞ്ഞുകൊണ്ട് മൂളാൻ തുടങ്ങും. അതിന്റെ കുഞ്ഞുങ്ങളെ എങ്ങനെയും രക്ഷിക്കുവാനുള്ള വല്ലാത്ത വാഞ്ച, അത് പ്രകൃതിയാ ഉള്ളതാണ് അല്ലേ. സ്വന്തം കുഞ്ഞുങ്ങളെ രക്ഷിക്കുവാൻ വേണ്ടി ഈറ്റപ്പുലിയാണ് കടന്നു വരുന്നത്. പ്രസവിച്ച് കുഞ്ഞുങ്ങളുമായിട്ട് വരുന്ന പുലിയെയാണ് നമ്മൾ ഈറ്റപ്പുലി എന്ന് പറയാം. ഈറ്റപ്പുലിയാണ് കടന്നു വരുന്നത്. ശിവലിംഗദാസ സ്വാമികൾ പേടിച്ചു വിറയ്ക്കുവാൻ തുടങ്ങി. ഭയന്ന് എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാത്ത ഭാഗത്തേക്ക് വീണ്ടും നോക്കി. ഭഗവാൻ അവിടെ ഉണ്ടോ? ഭഗവാനെ കാണുന്നുമില്ല. വല്ലാത്ത ബുദ്ധിമുട്ടായി. ഈ ഈറ്റപ്പുലി അടുത്ത് വന്നിട്ട് പെൺപുലികളെ സഹിതം ഇദ്ദേഹം ഇരിക്കുന്നിടത്ത് വന്ന് സമാധാനമായിട്ട് തുടങ്ങുന്നു. ആ സമയം നോക്കിയപ്പോൾ ഭഗവാൻ അവിടെ ഇരിപ്പുണ്ട്, ഗുരുദേവൻ അവിടെ ഇരിപ്പുണ്ട്. ഒന്നും അറിയാത്ത പോലെ ഗുരുദേവൻ അവിടെ ഇരിപ്പുണ്ട്. ഈ അനുഭവം നേരിട്ട് ശിവലിംഗദാസ സ്വാമികൾ അദ്ദേഹത്തിന്റെ കൃതിയിൽ എഴുതിയിട്ടുള്ളതാണ്. മറ്റു വളരെ രസകരമായ ഒരു കഥ അദ്ദേഹം പറയുന്നുണ്ട്. കള്ളിയങ്കാട്ട് നീലിയെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. കള്ളിയങ്കാട്ട് നീലിയെ നമുക്കറിയാം, തിരുവനന്തപുരത്ത് തന്നെയാണ്. വെങ്ങാനൂർ കഴിഞ്ഞാണ് കള്ളിയങ്കാട്ടേക്ക് പോകേണ്ടത്. ഒരു രാത്രിയിൽ ഭഗവാൻ കൃത്യമായി കള്ളിയങ്കാട്ടേക്ക് വെച്ച് നടക്കുക. ഇദ്ദേഹത്തിന് പോകണമെന്നുണ്ട്, പോകണ്ടാവുന്നുണ്ട്. കാരണം നമുക്കൊരു ഇന്നത്തെ പോലെ ഇത്രത്തോളം സജീവമായ പ്രദേശങ്ങളല്ല, വീടുകളില്ല, കാടുകൾ അനവധി കാതങ്ങൾ താണ്ടി വേണം
ആ സ്ഥലത്തേക്ക് നടന്ന് എത്തിച്ചേരുവാൻ. ഉദ്ദേശം രാത്രിയാകുന്നു. ഭഗവാൻ നടന്നു തുടങ്ങി. തൊട്ടുപിറകെ ശിവലിംഗദാസ സ്വാമികൾക്ക് നടക്കാതെ മറ്റു മാർഗമില്ല. ഭയമുണ്ട്. കള്ളിയങ്കാട്ട് നീലിയെ തറച്ചിരിക്കുന്നു എന്ന് പറയുന്ന പാലയുടെ സമീപം ഭഗവാൻ എത്തി. അവിടെ ഇരുന്നു. ഇദ്ദേഹത്തിന് ഭയത്തിന്റെ വല്ലാത്ത അവസ്ഥ. ശിവലിംഗദാസ സ്വാമികൾക്ക് പതുക്കെ ഭഗവാൻ ഇരുന്നിടത്ത് അവിടെ കിടന്ന് അദ്ദേഹം ഉറങ്ങാൻ തുടങ്ങി. അഥവാ പകൽ പോലും ആളുകൾ പോകാൻ മടിക്കുന്ന കള്ളിയങ്കാട്ട് നീലിയുടെ ആവാസ സ്ഥലത്തിന് തൊട്ട് കീഴെ പോയി ഭഗവാൻ ഉറങ്ങുകയാണ്. ശിവലിംഗദാസ സ്വാമികൾക്ക് ഒപ്പം അവിടെ ഇരിക്കുകയല്ലാതെ മറ്റു മാർഗമില്ലായിരുന്നു. അദ്ദേഹം അവിടെ സ്വസ്ഥമായിട്ട് ഉറങ്ങുന്നത് കണ്ടപ്പോൾ ആ കാൽക്കൽ ചേർന്ന് ശിവലിംഗദാസ സ്വാമികളും കിടന്നുറങ്ങി. രാവിലെ എഴുന്നേറ്റ് ഉണർന്നു. സ്വാമി ചോദിച്ചു, ഭയം പോയോ? പോയി. ഇത് കൃത്യമായി നമ്മുടെ മനസ്സിലുള്ള ഭയത്തെ അത് കൃത്യമായി ഇല്ലാതാക്കുവാൻ, അല്ലെ, പ്രത്യേകിച്ചും ഇവിടെ വരുവാനും നിങ്ങളോട് ഗുരുവിനെ സംബന്ധിച്ച് പറയുവാനും കിട്ടിയ അവസരം തീർച്ചയായും ഗുരുനിയോഗം. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എങ്ങനെ ഗുരുവിനെ മനസ്സിലാക്കി എന്നുള്ളത് ഏറെ പ്രധാനപ്പെട്ട സംഗതിയാണ്. ഗുരു നമുക്ക് ആരാണ്? ഗുരുവിനെ നമ്മൾ എങ്ങനെയാണ് കാണുന്നത്? മിക്ക ആളുകൾക്കും ഗുരു എന്നാൽ ഒരു സാമൂഹ്യ പരിഷ്കർത്താവാണ്. സമൂഹത്തെ മാറ്റിമറിച്ച ഒരു പരിഷ്കർത്താവാണ് ഗുരു. അങ്ങനെ ഒരു പക്ഷം പറയുന്നുണ്ട്. മറ്റൊരു പക്ഷം പറയുന്നു ഈഴവ സമുദായത്തിലുണ്ടായ ഒരു പരിഷ്കരണവാദിയായ ഈഴവരുടെ നേതാവായിരുന്നു എന്ന് പറയും. ഒരു കൂട്ടർ പറയുന്നു അതല്ല, അദ്ദേഹം നവോത്ഥാന നായകനാണ് എന്ന് പറയും. കേരളത്തെ ഇരുളിൽ നിന്നും, ഒരുപക്ഷെ ഇന്ത്യയെ ഇരുളിൽ നിന്നും പ്രകാശത്തിലേക്ക് നയിച്ച ആളാണ് എന്ന് പറയും. കുറെ ആൾക്കാർ പറയുന്നു അദ്ദേഹം ജ്ഞാനസ്വരൂപനാണ് എന്ന് പറയും. മറ്റു ചിലർ പറയുന്നു ദൈവമാണെന്ന് പറയും. മറ്റു ചിലർ പറയുന്നു ബ്രഹ്മാണ്ടത്തെ അറിഞ്ഞ, നചികേതസിനേക്കാൾ പ്രപഞ്ചത്തിന്റെ പൊരുളറിഞ്ഞ മഹാവിദുഷിയാണ്, ബ്രഹ്മസ്വരൂപനാണ് ഭഗവാൻ എന്നാണ്